ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിൽ കാണുന്ന ബീഡ്സ് നെയിം ബീഡ്സ് അല്ലേന്ന്. അതെ, നെയിം ബീഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത്യാവശ്യം ലെങ്ത്ത് ഉള്ള വീഡിയോയും കൂടിയാണ്. ഞാൻ ഫസ്റ്റിൽ തന്നെ പറയാൻ കാരണം അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഓരോ ഭാഗം നിങ്ങൾക്ക് കട്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് പകുതി ആയതിനു ശേഷം നമ്മൾ സ്പീഡാക്കി ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്കും ചടക്കും, വോയിസ് കൊടുക്കണം, എനിക്കും ചടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഐറ്റംസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക. ഇല്ല, മെറ്റീരിയൽസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ബീഡ്സ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ത്രെഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, റിബൺസാണ്. 4 ഇഞ്ചിൻ്റെ റിബൺസാണ് എടുത്തിട്ടുള്ളത്. ആ റിബണിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഈ ബീഡ്സിൻ്റെ ഹോളിലൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റിബണിൻ്റെ അറ്റം ഒന്ന് നല്ലോണം ചുരുട്ടി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 5 ബീഡ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 5 ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാനപ്പോൾ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ചെയ്യുക കേട്ടോ. കാരണം ഒത്തിരി ആളുകൾക്ക് അറിയാവുന്നതാണ് നെയിം ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിലെ നെയിം ബീഡ്സും അതുപോലെ ഗിൽറ്റ് ട്യൂബും വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ബാൻഡ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഹോൾഡ് ആയിട്ടുണ്ട്. മോഡല് ആളുകൾ പറയാം, കാലം കഴിയുന്നതിനനുസരിച്ച് മോഡൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെയാണ് മോഡൽ പോയിട്ടുണ്ട്. കുറച്ച് ട്രെൻഡിങ്ങിൽ നിന്നിരുന്നൊരു സംഭവമായിരുന്നു ഗിൽറ്റർ ടോപ്പും നെയിം ഹെയർ ബാൻഡും. ഇപ്പോൾ അത് കുറച്ചായിട്ട് മോഡൽ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 5 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഒരേ അടുത്തായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നതിന് ശേഷം ഒന്ന് കുറച്ച് അകലത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ബീഡ്സ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നേരിട്ട് നമ്മൾ അങ്ങനെ ഹോളിലൂടെ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കില്ല. ഓക്കെ, എക്സ്ട്രാ ഒരു ബീഡ്സാണ് കേട്ടോ. ആദ്യം 5 ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ നേരിട്ട് അങ്ങനെ ഹോളിലൂടെ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 2 വിരൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഹോള് ഒന്ന് തുറന്ന് കിട്ടും. എന്നിട്ട് അതിലൂടെ നമ്മൾ ആ ത്രെഡ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളത് നല്ല രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ടൈറ്റാക്കി തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ റൗണ്ട് ഒന്ന് ചെരിയാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് പറയുന്നത്. നല്ലോണം ടൈറ്റാക്കി തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ 5 ബീഡ്സ് ഇട്ട് കൊടുത്ത് 6ാമത്തേൽ ലോക്ക് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു സൈഡിൽ 2 ഒരു സൈഡിൽ 2 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുക, നിങ്ങൾ കണ്ടിട്ട് ആ രീതിക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ഒത്തിരി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിടുക. എന്നിട്ട് ഓൾ ഓപ്ഷൻ അടിച്ചിട്ട് തന്നെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒത്തിരി ആളുകൾ നമ്മളോട് പറയാറുണ്ട് വീഡിയോകളൊന്നും എത്തുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അത് മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്ന കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് വീഡിയോ കാണുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുക കേട്ടോ. ഈ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസും എയർ ഓയിലുമാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് മെറ്റീരിയൽസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറിൽ നമ്മൾ കയറി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് 1 ആയിട്ട് അതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ വർക്ക് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം, ചില ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും നമുക്ക് അറിയുന്ന വർക്കാണല്ലോ എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട്, എത്രത്തോളം എന്താ പറയുക ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓരോ വർക്കുകളും ചെയ്യുന്നത് എൻ്റെ ഓരോ ഐഡിയയിൽ നിന്നാണ് കേട്ടോ. വല്ല പൊട്ടത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്കും കൂടി ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ
നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വീഡിയോയിൽ വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് 100% കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെയിലാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ സ്റ്റെപ്പ് വൺ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ ഫൈനലാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റിൽ നമ്മൾ ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിട്ട് കൊടുക്കുമ്പോൾ താഴോട്ടാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. മുകളിലോട്ടാക്കി ഒരിക്കലും കെട്ടിട്ട് കൊടുക്കരുത്, താഴോട്ടാക്കി കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഒഴിവാക്കൊന്നും വേണ്ട, അതൊന്ന് കൂട്ടി കെട്ടിയതിന് ശേഷം ഫസ്റ്റിൽ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ടാക്കിയത് ആ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കാര്യമായിട്ട് മെനക്കെടുള്ള ഒരു വർക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ കോർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും മെനക്കെടായിട്ടുള്ളത് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എല്ലാ വർക്കും എൻ്റെ വർക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസോട് കൂടിയിട്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളത് ഹെയർ ബോൾ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ആറ്റം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങൾ കാണുക. അതിൻ്റെ ബീഡ്സ് ഉണ്ടല്ലോ, ആ ലോക്കാക്കി കൊടുത്ത ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഈ റിബൺസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹെയർ ബോൾ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലോണം ടൈറ്റാക്കി തന്നെ കെട്ടിയെടുക്കുക. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരറ്റം കെട്ടിയിട്ട് മറ്റേ അറ്റവും കെട്ടി കൊടുക്കുക എന്നാണ്. അപ്പോൾ അത് ടൈറ്റായി വരില്ല. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ ടൈറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഗിയർ വയർ വെച്ച് ടൈറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്, അത് ഞാൻ കട്ടാക്കിയതാണ്. ഗിയർ വയർ വെച്ച് ടൈറ്റാക്കാൻ ഒരിക്കലും പറ്റില്ല. അതിലും ബെറ്റർ ഇത് തന്നെയാണ് കേട്ടോ. കാരണം നല്ലോണം ടൈറ്റായി തന്നെ അവിടെ നിന്നോളും. പിന്നെ അത് ഹോളിലൂടെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഇത് കയറിയതാണല്ലോ ഒരു ത്രെഡ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് സൂചി വെച്ചിട്ടോ ഒന്ന് ഉള്ളിലോട്ടൊന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് താനെ കയറിക്കോളൂ കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ പ്രശ്നം വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫൈനൽ ഓരോന്നിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇടവിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, അടിയിൽ ഭാഗത്തായിട്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അടപ്പ് ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്. അതിലും ചെറുതാക്കി ഇപ്പോൾ ഒരു പേനയുടെ ടോപ്പ് ആ ഒരു ഭാഗം എങ്ങനെയാണോ ഫില്ല് ചെയ്യാൻ പറ്റുക അത്ര അളവിൽ മാത്രം നിങ്ങൾ കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ആ കെട്ടിയിട്ട ഭാഗം പുറത്തോട്ട് ഒരു ബോറായിട്ട് തോന്നരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊന്ന് മറയ്ക്കുക, ഒരു മറ വെച്ചിട്ട് അതൊന്ന് മറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തതിലും ചെറിയതായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ഞാൻ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത് ലാസ്റ്റ് ഞാനത് എന്താ പറയുക സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചതുരത്തിലാക്കി എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതൊരു ബോറായി തോന്നി. ആ റൗണ്ടിൽ കട്ട് ചെയ്തത് ഇത്തിരി ഓവറായെന്ന് തോന്നി. അതിൽ ചെറുതാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു അടപ്പ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ അടപ്പ് വെച്ചിട്ട് ചെയ്തത്. അതിലും ചെറിയ അടപ്പുകൾ ഉണ്ടെങ്കിൽ ചെറിയ മെഡിസിൻ്റെ അടപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുത് അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ടാക്കിയാൽ മതി. ആ ഒരു ഭാഗം ബോറായി നിൽക്കുന്നത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഞാനത് സ്ക്വയറാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം അത് ശ്രദ്ധിച്ച് ചെയ്യുക. എനിക്ക് പറ്റിയ ഫാൾട്ട് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് എന്താ പറയുക പെൻസിൽ വെച്ചിട്ട് ചെറുതാക്കി റൗണ്ടൊക്കെ നല്ല രീതിക്ക് വരയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എൻഡ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബീഡാണ്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഹാഫ് സ്റ്റോൺ ബീഡ് ഉണ്ടാവും, അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കുമ്പോൾ ഇടയിൽ ആ സ്റ്റോണിൻ്റെ ഗ്ലേസിങ് കൂടി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബീഡ് ഇട്ട് കൊടുക്കുക, ഏതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടല്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോളെ മുടിയിലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.